നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ നമ്മൾ എന്താണ് ഒരുപാട് ടൂൾസ് ഡിവൈസസിലെ IT-യുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടൂൾസും ഡിവൈസസും ഒക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസി ആയിട്ട് നമ്മളുടെ ടാസ്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതിൻ്റെ ഡാറ്റയുടെ പ്രോസസ്സിങ് ആയിരിക്കാം, അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ പ്രോസസ്സിങ് ആയിരിക്കാം, സ്റ്റോറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റയുടെ പ്രോസസ്സിങ്, റിട്രൈവിങ്, സ്റ്റോറിങ്, അതിൻ്റെ ട്രാൻസ്മിഷൻ എന്തോ ആവട്ടെ, ഇതൊക്കെ എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് 21th സെഞ്ച്വറിയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ജനിച്ചു വീണ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ വരുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മുടെ അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു IT-യുടെ കടന്നുവരവ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നോക്കാല്ലേ. അപ്പോൾ ഇതിലായിട്ട് ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കുറച്ച് എസെൻഷ്യൽ ആപ്ലിക്കേഷൻസ് നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? IT എവിടെ ചെയ്തിട്ടുണ്ട്? ബിസിനസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എസെൻഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് IT ഇൻ ബിസിനസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ത് ചെയ്യാണ് ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്താ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും അതിനെ ഇൻഫർമേഷൻ ആക്കി മാറ്റാനും നമ്മുടെ IT ഹെൽപ്പ് ചെയ്തു. പിന്നെ 21th സെഞ്ച്വറിയിൽ നമുക്ക് എന്ത് ചെയ്യാണ് ഒരു റാപ്പിഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്റർഫേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ എന്ത് ചെയ്യുക പുതിയ കാര്യങ്ങളും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യണം, ബിസിനസ് അനലിറ്റിക്സ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നു ഈ IT ഉപയോഗിക്കുന്നു. അതാണ് മൂന്നാമത്തെ യൂസ്. അടുത്ത യൂസ് പറയുന്നത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ത് ചെയ്യുക എവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റ്, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡിപ്പെൻഡന്റ് ആയിട്ട് നമുക്ക് ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രൊഡക്ഷനിൽ പറയിച്ച് നമ്മൾ മെഷീൻസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷനിൽ പറയിച്ച് നമ്മൾ ലൊക്കേഷൻ റൂട്ട് മാപ്പ് നോക്കാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടി, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഗ്ലോബലി ഗവൺമെന്റ് ആൻഡ് ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ട? ഇപ്പോൾ നമുക്ക് ഗ്ലോബൽ ബിസിനസ് ചെയ്യണം, കൊമേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ പ്രൊഡക്ട്സ് കാര്യങ്ങളും ബ്രാൻഡിങ് ചെയ്യണം, വെബ്സൈറ്റ് ചെയ്യണം, ഇതിലൊക്കെ നമ്മൾ IT തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ടുള്ള കുറച്ച് എന്ത് ചെയ്യുക യൂസസ് നമ്മൾ പഠിച്ചു വയ്ക്കാം. ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ബിസിനസ്സിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ആപ്ലിക്കേഷൻസിലെ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് അധികം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ബിസിനസ് IT ആപ്ലിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതാണ് നോക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് യൂസസ് പറഞ്ഞു. ഈ യൂസസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രാൻഡിങ്, പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ്, ഇതൊക്കെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ ഡിജിറ്റലി ചെയ്യുകയാണ്. അതായത് ഇന്റർനെറ്റ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സിംപ്ലി പറയാൻ സാധിക്കും അല്ലേ. അതായത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്തുകൊണ്ട് അവരിലോട്ട് നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും എത്തിക്കുകയാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തുണ്ട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്താലും അവിടെ നമുക്ക് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്. അഥവാ ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ് മലപ്പുറം ജില്ലയിലാണ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മലപ്പുറത്തിലോട്ട് എനിക്കിപ്പോൾ അവിടെ നിന്ന് പോയിട്ട് തിരുവനന്തപുരത്ത് പോയി ചെയ്യണമെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ആണ് അവിടെ പ്രധാനമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഓഡിയൻസിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എൻ്റെ ബിസിനസ്സിൽ എനിക്ക് എത്തിക്കാൻ സാധിക്കില്ല. അത് വളരെ എന്തായാലും പ്രശ്നം വരുന്ന ഒരു കാര്യമാണ്. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു കീ ആയിട്ടുള്ള ആപ്ലിക്കേഷനിലൂടെ നമ്മൾ മറികടക്കുന്നത്. അതായത് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ഇതിന് എതിരായിട്ട് ഓൺ ദ കോൺട്രറി, അതായത് നമ്മൾ നോർമൽ ട്രഡീഷണൽ മാർക്കറ്റിന് കോൺട്രറി ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യാണ് വൈഡ്ലി ഒരു ഗ്ലോബൽ റീച്ചിലോട്ട് നമുക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ ലാർജ് ഓഡിയൻസിലോട്ട് നമ്മൾ എത്തിക്കുകയാണ്. കാരണം നമുക്കിവിടെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ എവിടെയും ഡയറക്റ്റ് പോകേണ്ട. നമ്മൾ എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ചെയ്യുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ടാണ്. ലാർജ് ഓഡിയൻസ് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതായത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ഇപ്പോൾ
അഡൾട്ട്സിനെ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് ചെയ്യുന്ന അവർക്കുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാണ്, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കുള്ളത്. അത് ഏതൊക്കെ ആൾക്കാർക്ക് അവരവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമുള്ള മാർക്കറ്റിംഗ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ സാധിക്കും. അതാണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ എക്സാമിന് എസ്ഐക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പീറ്റ് പ്രതീക്ഷിക്കാം. കാരണം നമ്മളുടെ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന കോഴ്സുകൾ ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ ഇത്ര ഫേമസ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് 5 മാർക്സിനോ 10 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം 10 മാർക്കിന് ചോദിച്ചാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ സ്കിപ്പ് ചെയ്യാനും സാധിക്കില്ല. കാരണം എന്താണ്, ഇപ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 3 എക്സാമിന് നമുക്ക് ഇത്തരത്തിൽ റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് കേട്ടോ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിന്റെ ബെനിഫിറ്റ്സ് ആണ് പറയാൻ. ഒന്ന് ഗ്ലോബൽ റീച്ച് ആണ്. നമുക്കറിയാം ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് നമുക്ക് എന്ത് ചെയ്യാം, വളരെ വലിയൊരു ലിമിറ്റേഷൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്താണ്, അത് റീച്ച് ഔട്ട് ചെയ്ത് പുറത്തോട്ട് പോകാന്നുള്ളത് ട്രഡീഷണൽ മാർക്കറ്റിൽ ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർനാഷണൽ സ്പേസിലോട്ട് നമുക്ക് എത്തിച്ചേരുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു പുതിയ കാര്യം കൊണ്ടുവന്നില്ലേ. ഇവിടെ നമുക്ക് എന്താണ്, ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒന്നും നമുക്കില്ല. എത്ര ലോങ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമുക്ക് ഏറ്റവും 2 ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡും തിരുവനന്തപുരം അല്ലെ, 2 അറ്റം. ആ 2 അറ്റത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെയുള്ള മാർക്കറ്റിലൂടെ നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കാശ്മീരിലോട്ട് നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് 2 അറ്റം, ഈ രാജ്യത്തിന്റെ 2 അറ്റത്തിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിന്റെ ആദ്യത്തെ ബെനിഫിറ്റ്സ്. അതാണ് ഗ്ലോബൽ റീച്ച്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കും, ഒരു കൺട്രീന്റെ ഉള്ളിലല്ലേ, നമുക്ക് ഇന്റർനാഷണൽ ലെവലിലാണ് നമുക്ക് ഡിഫറെന്റ് കൺട്രീസ്, GCC കൺട്രീസ് ആയിരിക്കാം, യൂറോപ്യൻ കൺട്രി, എവിടോട്ടും നമുക്ക് എന്ത് ചെയ്യാം, എൻട്രൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വൈഡ് ആക്കാനും നമ്മുടെ റീച്ച് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ റീച്ചിലോട്ട് എത്തിച്ചേരാനും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഒരു വലിയൊരു പുതിയ മാർക്കറ്റിലോട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് നമുക്ക് സാധിക്കും. അതാണ് ഫസ്റ്റത്തെ ബെനിഫിറ്റ്സ്. രണ്ടാമത്തെ എന്താണ്, ലോക്കൽ റീച്ച് ആണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മളെ ഗ്ലോബൽ റീച്ചിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, ലോക്കൽ റീച്ചിലോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളുടെ കസ്റ്റമറെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഒരു ഇപ്പോ കണ്ണൂരിലെ എന്ത് ചെയ്യാണ്, ഒരു സ്ഥലം പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയുള്ള ആൾക്കാരുടെ ടേസ്റ്റും പ്രിഫറൻസും കാര്യങ്ങളും നോക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവരുന്ന അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ അതിൻ്റെ അവിടെ മാർക്കറ്റും കാര്യങ്ങളും ചെയ്ത് ആ ഒരു ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്ത് ആ വേർഡ്സിന് നമ്മൾ പറയുന്നൊരു മീനിങ്ങിലോട്ട് പോകരുത്. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഇവിടെ നോക്കാം, ബിസിനസ്സിലെ ലോക്കൽ ഏരിയ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ആ ലോക്കൽ ഏരിയയിലോട്ട് നമുക്ക് അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അവിടേക്ക് ഒരു റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അടുത്തൊരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്, ഗ്ലോബൽ റീച്ചിനോടൊപ്പം തന്നെ ലോക്കൽ റീച്ചിലോട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലോയൽറ്റി അല്ലെ, കസ്റ്റമേഴ്സിനിടയ്ക്ക് ഒരു ലോയൽറ്റി, ഒരു സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് പറഞ്ഞ ലോവർ കോസ്റ്റ് ആണ് ആസ് കമ്പയർഡ് ടു ട്രഡീഷണൽ മാർക്കറ്റിംഗുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോ കോസ്റ്റ് ആണ്. കാരണം എന്താണ്, ട്രഡീഷണൽ മാർക്കറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോ കോസ്റ്റ് ആണെന്ന് പറയാൻ കാരണം കൂടുതലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ ചെറിയ ബിസിനസ്സിനൊക്കെ റീച്ച് ഔട്ട് ചെയ്യണം, ഗ്ലോബലി റീച്ച് ചെയ്യണം. എന്നാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ ഈ ഒരു വലിയൊരു കോസ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ ആ ബിസിനസ്സുകൾക്കൊന്നും സാധിക്കില്ല. എന്നാൽ അത് എവിടെ ചെയ്യാൻ സാധിക്കും, നമ്മളുടെ ഈ ഒരു ബിസിനസ്സിലൂടെ അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ആ ഒരു ഒബ്സ്റ്റിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മറികടക്കാൻ സാധിക്കും. ഒരു ലാർജ് ഓർഗനൈസേഷനോടൊപ്പം തന്നെ നമുക്കിത് നമ്മളുടെ പോക്കറ്റ് കീറാതെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മറ്റൊരു ബെനിഫിറ്റ്സ് ആണ്. അതാണ് ലോ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നോട്ട് കോംപ്ലിക്കേറ്റഡ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അതായത് ഒരു കോംപ്ലക്സ് ആയിട്ട് നമുക്ക് ക്യാമ്പയിന് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുണ്ടല്ലോ, നമുക്ക്
സിമ്പിളി നമ്മുടെ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഡിജിറ്റലായിട്ട് നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളും അത് ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ കൃത്യമായി ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് മാർക്കറ്റിങ്ങിലോട്ട് കടന്നു ചെല്ലാൻ നമുക്ക് ഏത് ഹെൽപ്പ് ചെയ്യും? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അതാണ് മസ്റ്റ് ഒരു ബെനിഫിറ്റ്. നെക്സ്റ്റ്, സെഗ്മെന്റേഷൻ ട്രെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ അഥവാ STP ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെഗ്മെന്റേഷൻ ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഈ STP മോഡലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കഴിഞ്ഞ എക്സാമിന് 1 മാർക്ക് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഓർഗനൈസേഷൻ കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നത് ഈ STP മോഡൽ, അതായത് നമ്മുടെ സെഗ്മെന്റ് ഏതാണ്, നമ്മുടെ ടാർഗറ്റിംഗ് മാർക്കറ്റ് ആരാണ്, നമുക്ക് അതെങ്ങനെ പൊസിഷനിങ് ചെയ്യണം എന്നുള്ള ആ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് STP മോഡൽ അഥവാ സെഗ്മെന്റേഷൻ ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് മോഡൽ എന്ത് ഹെൽപ്പ് ചെയ്യാണ്? കൃത്യമായുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും പൊസിഷൻ ചെയ്യാനും സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓഫർ ചെയ്യണം, അതായത് ടാർഗറ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കുക. അതായത് അത് നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിലൂടെ കൃത്യമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ STP നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ദ കസ്റ്റമർ സെർച്ച് ഇന്റന്റ് ബൈ അനലൈസിംഗ് ദ സെർച്ച് കീവേഡ്സ് ഓൺ ദ അതർ പ്ലാറ്റ്ഫോം. അതായത് ഓരോ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുന്ന കസ്റ്റമറുടെ എന്ത് ചെയ്യുക? സെർച്ചിങ് കീവേഡ്സ് ഉണ്ടായിരിക്കും. ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള, അതുപോലത്തെ ഓരോ കീവേഡ്സ് ഉണ്ടാവും. അപ്പൊ ആ കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു STP കാര്യങ്ങൾ ചെയ്യുക, അഥവാ സെഗ്മെന്റേഷൻ ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് ചെയ്യാൻ സാധിക്കും. ഇതെന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ പറ്റും. എന്താ മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റിംഗ് വേരിയസ് സ്ട്രാറ്റജീസ് ഇൻ ടു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ. ഡിജിറ്റൽ മാർക്കറ്റ് ഈസ് ഈസി, വേരിയൻസ് ആയിട്ടുള്ള ക്യാമ്പയിൻ. അതായത് നമുക്കിപ്പോൾ ഒരു ആഡ് ക്യാമ്പയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ക്യാമ്പയിൻ ചെയ്യാം. അങ്ങനെ ഒരുപാടായിട്ടുള്ള ക്യാമ്പയിൻസും കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യാമെന്നുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും നമുക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിരിക്കും. അതായത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്കറ്റർക്ക് അതിന്റെ ആ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ക്യാമ്പയിൻസ് ബിൽഡ് ചെയ്യാനും സാധിക്കും. അതായത് മാർക്കറ്റിംഗ് അനലിറ്റിക്സും അതിന്റെ കൃത്യമായിട്ടുള്ള ആക്സസിബിൾ ആയാലും അതിൽ ഓരോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഉപയോഗിക്കാം. അതാണ് മറ്റൊരു ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് പറഞ്ഞു അതിനുശേഷം പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ് അല്ലേ. അതായത് റാപ്പിഡ് ടെക്നോളജി. ഇപ്പൊ നമ്മൾ ഏതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് പറഞ്ഞു, എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒന്നാമത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞു. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ആരെങ്കിലും ഒരാൾ പറയും, എന്തൊക്കെയായിരിക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഒന്ന്, ടെക്നോളജിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ അത് എന്ത് ചെയ്യുക? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഇത് ആക്സസിബിൾ ആവുകയുള്ളൂ. അത് മറ്റൊരു ലിമിറ്റേഷൻ ആണ്. ഇങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ. പിന്നെ ഫ്രോഡ് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ടെക്നോളജിക്കൽ ആവുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യുന്ന കോമൺലി ഉള്ള ഇഷ്യൂസ് ഒക്കെ എവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്? നമ്മളുടെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഇതിന്റെ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്ററെ കിട്ടുക എന്നുള്ളതും ഇതിന്റെ ഒരു എന്താണ്, ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലിയർ ആയോ? നെക്സ്റ്റ് എസെൻഷ്യൽ ആപ്ലിക്കേഷനിൽ പോവല്ലേ? പറയൂ, ക്ലിയർ ആണോ? നെക്സ്റ്റിലോട്ട് പോവാം.